CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. ബംഗളൂരുവിൽ ദമ്പതികൾ സഞ്ചരിച്ചിരുന്ന ബൈക്കും ലോറിയും കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു. തിപ്പിലിശ്ശേരി പരുത്തിപ്പുര ചന്ദ്രന്റെയും ഭാഗ്യലക്ഷ്മിയുടെയും മകൻ 29 വയസ്സുള്ള ശരത്താണ് മരിച്ചത്. ഭാര്യ അപർണയ്ക്കും പരിക്കേറ്റു. എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറാന പള്ളിയിലെ സംയുക്ത തിരുനാളിന്റെ കൊടിയേറ്റം വികാരി ഫാദർ ജോഷി ആളൂർ നിർവഹിച്ചു. ഫെബ്രുവരി 1-2 തീയതികളിലായാണ് വേളാങ്കണ്ണി മാതാവിന്റെയും സെബസ്ത്യാനോസിന്റെയും അന്തോണീസിന്റെയും സംയുക്ത തിരുനാൾ ആഘോഷിക്കുന്നത്. ആറ്റത്ര സെന്റ് ഫ്രാൻസിസ് ദേവാലയത്തിലെ ഇടവക മധ്യസ്ഥനായ ഫ്രാൻസിസ് സേവറിന്റെയും അന്തോണീസിന്റെയും സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാൾ ആഘോഷിച്ചു. അകലാട് സ്കൂൾ കെട്ടിട നിർമ്മാണത്തിനിടെ തൊഴിലാളിക്ക് വീണു പരിക്കേറ്റു. കൊൽക്കത്ത സ്വദേശി അനൂപിനാണ് പരിക്കേറ്റത്. 2ാം നിലയിൽ നിർമ്മാണ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കെ കാൽ തെന്നി വീഴുകയായിരുന്നു. പൊന്നിയൂർക്കുളം പഞ്ചായത്ത് 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഭിന്നശേഷിക്കാർക്ക് സഹായ ഉപകരണങ്ങൾ നൽകുന്നതിനു വേണ്ടി മെഡിക്കൽ ക്യാമ്പ് നടത്തി. വേലൂർ സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ഫൊറാന പള്ളിയിലെ തിരുനാളാഘോഷങ്ങൾ ഭക്തിനിർഭരം. കർമ്മലമാതാവിന്റെയും സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാൾ 22 മുതൽ 25 വരെയുള്ള തീയതികളിലായാണ് ആഘോഷിക്കുന്നത്. വെസ്റ്റ് മങ്ങാട് സെന്റ് ജോസഫ്സ് ആൻഡ് സെന്റ് സെറിൽസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ജൂനിയർ റെഡ് ക്രോസ് കേഡറ്റുകളുടെ ക്യാപ്പിംഗ് സെറിമണി നടന്നു. നെൽകൃഷിയിൽ 100% വിജയം നേടി മരത്തംകോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ. കിടങ്ങൂർ പാടശേഖരത്തിലെ അരയേക്കർ വയലിലാണ് കുട്ടികൾ നെൽകൃഷി ചെയ്തത്. തൃശൂർ ജില്ലാ ജൂനിയർ വിഭാഗം ചെസ് ചാമ്പ്യനായ ദക്ഷിണാഥിനെ പെരിയമ്പലം വിവേകാനന്ദ ബാലഗോകുലം ആദരിച്ചു. എരുമപ്പെട്ടി ശങ്കരൻകാവ് ഭഗവതി ക്ഷേത്രത്തിലെ മകരപ്പത്ത് മഹോത്സവം വർണ്ണാഭമായി. പുന്നീർകുളം അണ്ടത്തോട് കുമാരൻപടി റെഡ് ഹൌസിന്റെ നേതൃത്വത്തിൽ പെനാൽറ്റി ഷൂട്ടൌട്ട് നടത്തി. അണ്ടത്തോട് സെന്ററിൽ നടത്തിയ ടൂർണമെന്റിൽ FC മലപ്പുറം ജേതാക്കളായി. കുന്നുകുളം MJD ഹൈസ്കൂളിന്റെ 100ാം വാർഷികാഘോഷവും അധ്യാപക രക്ഷാകർതൃ ദിനാഘോഷവും യാത്രയപ്പ് സമ്മേളനവും നടന്നു. പോർക്കുളം പഞ്ചായത്തിൽ വികസന സെമിനാറും 2025-26 സാമ്പത്തിക വർഷത്തെ വികസന പ്രവർത്തനങ്ങളുടെ കരട് പദ്ധതി രേഖയുടെ പ്രകാശനവും നടത്തി. ചൂണ്ടൽ പഞ്ചായത്തിൽ നടപ്പിലാക്കുന്ന ചേലോടെ ചൂണ്ടൽ പദ്ധതിയുടെ ഭാഗമായി സജ്ജമാക്കിയ ശുചിത്വ സേനയുടെ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. പൊതുപ്രവർത്തന രംഗത്ത് സജീവമായിരുന്ന CK വേണുവിന്റെ നിര്യാണത്തിൽ ചാവക്കാട് സൗഹൃദവേദിയുടെ നേതൃത്വത്തിൽ അനുശോചന യോഗം നടത്തി. ജനുവരി 26 റിപ്പബ്ലിക് ദിനത്തിൽ ലഹരിവിരുദ്ധ സന്ദേശമുയർത്തി ചാവക്കാട് ബീച്ച് ലവേഴ്സിന്റെ നേതൃത്വത്തിൽ കൂട്ടയോട്ടവും ലഹരിവിരുദ്ധ പ്രതിജ്ഞയും സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctvonline.tv സന്ദർശിക്കുക. നമസ്കാരം.